യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോമിന്റേത്. ഇപ്പോഴിതാ സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഫത്താഹ് അബ്ദുൽ മഹ്ദി രംഗത്തെത്തിയിരിക്കുകയാണ്. BBC-യിൽ അവകാശപ്പെട്ടതുപോലെ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മധ്യസ്ഥതയുടെ പേരിൽ സാമുവൽ ജെറോം പണം പിരിക്കുകയാണെന്നും എന്നാൽ ഇയാൾ മധ്യസ്ഥതയ്ക്കായി തങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും മഹ്ദി പറയുന്നുണ്ട്. നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മധ്യസ്ഥതയുടെ പേരിൽ എണ്ണമില്ലാത്തത്രയും പണം അദ്ദേഹം ശേഖരിക്കുകയാണ്. പുതുതായി $40,000 ശേഖരിച്ചത്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ കാണുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ബന്ധപ്പെടുകയോ പോലും ചെയ്തിട്ടില്ല. മറിച്ചാണെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നുവെന്നും തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. നിമിഷപ്രിയയെ വധിക്കാനുള്ള ഉത്തരവ് പ്രസിഡന്റ് അംഗീകരിച്ചപ്പോൾ സനയിൽ നിന്നും സാമുവൽ ജെറോം തന്നെ കണ്ടെന്നും സന്തോഷത്തോടെ അദ്ദേഹം ഞങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നുവെന്നും മഹ്ദി കൂട്ടിച്ചേർത്തു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ മധ്യസ്ഥതയെക്കുറിച്ച് സാമുവൽ സംസാരിക്കുന്നത് കണ്ടെന്നും തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി. നേരത്തെ സാമുവൽ ജെറോമിനെതിരെ വിമർശനവുമായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിയമസമിതി കൺവീനർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ 2017 മുതൽ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ. ജൂലൈ 16-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്താൻ ഉത്തരവിട്ടിരുന്നു. പിന്നാലെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. നിലവിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ യമനിൽ പുരോഗമിക്കുകയാണ്.